ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യയിൽ ഒട്ടാകെ എടുക്കുമ്പോൾ ഒരു സമ്മിശ്രമായ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഇന്ത്യ ബ്ലോക്കിന് ജാർഖണ്ഡിൽ കേന്ദ്ര BJP ഭരണകൂടത്തിൻ്റെ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളെയും അതിജീവിച്ച് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷേ മഹാരാഷ്ട്രയിൽ വളരെ അപ്രതീക്ഷിതമായ തരത്തിൽ ഇന്ത്യ ബ്ലോക്കിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. CPMൻ്റെ അവിടുത്തെ സിറ്റിംഗ് സീറ്റ് മഹാരാഷ്ട്രയിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. ഉത്തർപ്രദേശിൽ BJP കിട്ടിയിടത്തോളം വിവരങ്ങളനുസരിച്ച് ഒരു മുൻകൈ നേടുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ സ്ഥിതി പൊതുവിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഒറ്റനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേലക്കര മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 5000-ൽ ചെല്ലുവാനുമായിരുന്നു. ഇപ്പോൾ അത് 12000-ഓളമായി ഉയർത്താൻ കഴിഞ്ഞു. പാലക്കാട് UDF ജയിച്ചു. ആ UDFൻ്റെ വിജയത്തിലും അതിൻ്റെ ഭൂരിപക്ഷത്തിലും BJPയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ വോട്ടുകളുണ്ടോ എന്നുള്ള കാര്യം തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധിച്ചാലേ വ്യക്തമാവുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാടും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലുള്ള ഒരു പ്രവണത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായാലും നിയമസഭയുടെ കാര്യം വരുമ്പോൾ ഇടതുപക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം എന്നുള്ള സൂചന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും വ്യക്തമാണ്.